ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് കാറ്റഗറി 1 EVSുമായി റിലേറ്റ് ചെയ്ത ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം. പ്രശ്നം അനുഭവപ്പെടുക, പ്രശ്നത്തെ മുൻകാല അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുക, പ്രശ്നവുമായി ബന്ധപ്പെട്ട ഊഹം അല്ലെങ്കിൽ പരികൽപ്പന രൂപീകരിക്കുക, പ്രശ്ന വിശകലനം നടത്തുക. പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം. എന്താണ് ആൻസർ? പ്രശ്നം അനുഭവപ്പെടുക. ഒരു പ്രശ്നം അനുഭവപ്പെടലാണ് പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം. ഓംസ് നിയമം, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. എന്താണ് ആൻസർ? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം എന്നതാണ് ആൻസർ. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നതാണ് മൂന്നാം ചലന നിയമം. ഒരു വസ്തു മറ്റൊന്നിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആദ്യത്തെ വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തിന് തുല്യമായതും എന്നാൽ വിപരീത ദിശയിലുള്ളതുമായ ഒരു ബലം അനുഭവപ്പെടുന്നു എന്നതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. കേരളത്തിന്റെ അതിരുകൾ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായ പഠന പ്രവർത്തനം. ഇപ്പൊ കുട്ടിക്ക് കേരളത്തിന്റെ അതിരുകൾ തിരിച്ചറിയുന്നതിന് നൽകാവുന്ന അനുയോജ്യമായ പഠന പ്രവർത്തനം ഏതാണ്? കേരളത്തിന്റെ ഭൂപടം ഭിത്തിയിൽ തൂക്കിയിട്ട് അതിരുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിന്റെ ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ നിവർത്തി വെച്ച് അതിരുകൾ തിരിച്ചറിയുന്നു. ജിക്സോ രീതി ഉപയോഗപ്പെടുത്തി അതിരുകൾ തിരിച്ചറിയുന്നു. ഗ്ലോബ് ഉപയോഗിച്ച് അതിരുകൾ തിരിച്ചറിയുന്നു. എന്താണ് കറക്റ്റ് ആൻസർ? ജിക്സോ രീതി ഉപയോഗപ്പെടുത്തി അതിരുകൾ തിരിച്ചറിയുന്നു എന്നതാണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയില് ഹരിതഗൃഹവാതകം അല്ലാത്തതാണ് ചോദിച്ചത്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, കാർബൺ മോണോക്സൈഡ്. ഏതൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, നീരാവി, ഓസോൺ, മീഥെയ്ൻ തുടങ്ങിയവയാണ് ഹരിതഗൃഹവാതകങ്ങൾ. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്, നൈട്രസ് ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്, മീഥെയ്ൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ. കാർബൺ മോണോക്സൈഡ്. വ്യത്യസ്ത ചെടികൾ വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിന് എടുക്കുന്ന കാലയളവ് ഒരുപോലെയോ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് അനുയോജ്യമായ പഠനതന്ത്രം. അപ്പൊ കുട്ടിക്ക് നമ്മൾ ഒരു പ്രശ്നം കൊടുക്കുകയാണ്. എന്താണ് പ്രശ്നം? വ്യത്യസ്ത ചെടികൾ വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിന് എടുക്കുന്ന കാലയളവ് ഒരുപോലെയാണോ? ഇതാണ് കുട്ടി കണ്ടെത്തേണ്ട പ്രശ്നം. ഇതിന് അനുയോജ്യമായ പഠനതന്ത്രം ഏതാണ്? സംവാദം, ഫീൽഡ് ട്രിപ്പ്, ഗ്രൂപ്പ് ചർച്ച, പ്രൊജക്റ്റ്. എന്തായിരിക്കും? ഇപ്പോൾ സംവാദമാണോ, ഫീൽഡ് ട്രിപ്പാണോ, ഗ്രൂപ്പ് ചർച്ചയാണോ, ഏതാണ്? കറക്റ്റ് ആൻസർ പ്രൊജക്റ്റ് ആണ്. ഒരു കുട്ടി അതിനെ കുറിച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുക. തെറ്റായ ജോഡി ഏത്? ഇവിടെ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, മാർച്ച് 22 ലോക വനദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. തെറ്റായ ജോഡിയാണ്. അപ്പോൾ ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, ഇനി മാർച്ച് 22 ലോക വനദിനം എന്നതാണ് തെറ്റ്. കറക്റ്റ് ആൻസർ എന്താണ്? കറക്റ്റ് ആൻസർ മാർച്ച് 21 ലോക വനദിനമാണ്. അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി മാർച്ച് 22 ലോക വനദിനം. എന്താണ് ക്യൂണിക്കൾച്ചർ? തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ, മുയൽ വളർത്തൽ, പട്ടുനൂൽപ്പുഴു വളർത്തൽ. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൾച്ചറൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തേനീച്ച വളർത്തൽ എന്താണ് ക്യൂണിക്കൾച്ചർ എന്നാണ് ചോദിച്ചത്. തേനീച്ച വളർത്തൽ എന്താണ്? എപ്പി കൾച്ചറാണ്. മീൻ വളർത്തൽ പിസി കൾച്ചർ, പട്ടുനൂൽപ്പുഴു വളർത്തൽ
സെറികൾച്ചർ. അപ്പോൾ ക്യൂണിക്കൾച്ചർ എന്താണ്? മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ. ജലസംഭരണ ശേഷി കൂടുതലുള്ള മണ്ണ്: എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെങ്കൽ മണ്ണ്, കളിമണ്ണ്. എക്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ അലൂവിയൽ സോയിലാണ്. പുഴയോരത്തും അതിനോട് ബന്ധപ്പെട്ട സമതല പ്രദേശത്തും കണ്ടുവരുന്ന മണ്ണാണ് അലൂവിയൽ സോയിൽ. ഫലഭൂയിഷ്ഠമായ ഈ മണ്ണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. ഈ ചെങ്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ ലാറ്ററൈറ്റ് സോയിലാണ്. റബ്ബർ, കുരുമുളക്, കശുമാവ് എന്നിവ കൃഷി ചെയ്യാൻ അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ചെങ്കൽ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡ്. അപ്പോൾ ഇവിടുത്തെ ജലസംഭരണ ശേഷി കൂടുതലുള്ള മണ്ണ് ഏതാണ്? കളിമണ്ണാണ് കറക്റ്റ് ആൻസർ. 4ാം ക്ലാസ്സിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ക്ലാസ് വിനിമയം ചെയ്യുന്ന ടീച്ചർ 1 മുതൽ 3 വരെ ക്ലാസ്സുകളിൽ കുട്ടി കൃഷിയുമായി ബന്ധപ്പെട്ട് നേടിയ ധാരണകൾ ഏതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? അപ്പൊ 4ാം ക്ലാസ്സിൽ ഒരു കാര്യം പഠിപ്പിക്കുന്ന ടീച്ചർ 1 മുതൽ 3 വരെ ക്ലാസ്സുകളിൽ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു വസ്തുതയെ കുറിച്ചിട്ട് പഠിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രീതിയിലുള്ള പാഠ്യപദ്ധതിയുടെ സവിശേഷത എന്താണ്? ഉദ്ഗ്രഥിത സമീപനം, ചാക്രികാരോഹണ സമീപനം, പ്രക്രിയാബന്ധിത സമീപനം, പരിസരബന്ധിത സമീപനം. എന്താണ് ആൻസർ? ചാക്രികാരോഹണ സമീപനം എന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 1, 2, 3 ക്ലാസ്സിൽ പഠിച്ചത്, മുൻ വർഷങ്ങളിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നേത്രവൈകല്യം: അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായി ഫോക്കസ് ചെയ്യപ്പെടുന്നു. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. ഈ 2 പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നേത്രവൈകല്യം ഏതാണ്? അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായി ഫോക്കസ് ചെയ്യപ്പെടുന്നു. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. ഈ 2 ന്യൂനതകളും വരുന്ന നേത്രവൈകല്യം ഏതാണ്? ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം, ഗ്ലോക്കോമ. എന്താണ് കറക്റ്റ് ആൻസർ? ദീർഘദൃഷ്ടിയാണ് കറക്റ്റ് ആൻസർ. ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള വസ്തുക്കൾ കാണുന്നതിന് തകരാറൊന്നും ഇല്ലാതിരിക്കുകയും അടുത്തുള്ള വസ്തുക്കൾ ശരിയായി കാണാനാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദീർഘദൃഷ്ടി. താഴെ പറയുന്നവയിൽ ഹരിതോർജമല്ലാത്തത്: കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം. അപ്പോൾ താഴെ പറയുന്നവയിൽ ഹരിതോർജമല്ലാത്തത് പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഊർജം. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം: മത്തി, കരിമീൻ, അയല, ചെമ്മീൻ. 2 ചെമ്മീൻ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ് കറക്റ്റ് ആൻസർ. പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെട്ട ഏകകോശ ജീവികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടം. പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെട്ട ഏകകോശ ജീവികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടം: വട്ടച്ചൊറി, വളംകടി, സോറിയാസിസ്. ഡെങ്കിപ്പനി, കോളറ, ക്ഷയം, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, ചിക്കൻ പോക്സ്, മലേറിയ, അമീബിക് ഡിസെൻട്രി, സ്ലീപ്പിംഗ് സിക്നസ്. ഇത് ഇവിടെ 4 കൂട്ടം രോഗങ്ങൾ തന്നിട്ടുണ്ട്. വട്ടച്ചൊറി, വളംകടി, സോറിയാസിസ്. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അല്ലേ? ഡെങ്കിപ്പനി, കോളറ, ക്ഷയം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, ചിക്കൻ പോക്സ് ഒക്കെ വൈറസ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെട്ട ഏകകോശ ജീവികൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടം ഏതാണ്? മലേറിയ, അമീബിക് ഡിസെൻട്രി, സ്ലീപ്പിംഗ് സിക്നസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ശരിയായ ജോഡി ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കാടമം റിസർച്ച് സ്റ്റേഷൻ വയനാട്. അപ്പം ഇതിൽ ഒരു ആൻസർ ശരിയാണ്. അതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചത്. എന്താണ് കറക്റ്റ് ആൻസർ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം കില. ഇതെവിടെയാണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ തൃശ്ശൂർ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്
എവിടെയാണ്? കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. കാടമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുക്കി. ഇങ്ങനെയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആദ്യത്തേത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനം തൃശ്ശൂർ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം കോട്ടയം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. കാടമം റിസർച്ച് സ്റ്റേഷൻ ഇടുക്കി. ഇങ്ങനെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ദുരന്തങ്ങളെ അതിജീവിക്കാൻ നിർമ്മിക്കുന്ന ഷെൽട്ടറിന്റെ സവിശേഷതയിൽ പെടാത്തത്. എളുപ്പം നിർമ്മിക്കാൻ സാധിക്കുന്നു, മതിയായ വായുസഞ്ചാരം ഉള്ളത്, ചിലവ് കൂടുതൽ, ഘടനാപരമായ സമഗ്രത ഉള്ളത്. ചില ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ദുരന്തങ്ങളെ അതിജീവിക്കാൻ നിർമ്മിക്കുന്ന ഷെൽട്ടറിന്റെ സവിശേഷതയിൽ പെടാത്തത് ഏതായിരിക്കും? എളുപ്പം നിർമ്മിക്കാൻ സഹായിക്കുന്നത് ശരിയാണ് അല്ലേ? മതിയായ വായുസഞ്ചാരമുള്ളത്, അത് ശരിയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ചിലവ് കൂടുതലാണ്. അതാണ് കറക്റ്റ് ആൻസർ. ഇപ്പം നമ്മൾ ദുരന്തങ്ങളെ അതിജീവിക്കാനൊക്കെ നമ്മൾ പെട്ടെന്ന് നിർമ്മിക്കുന്ന ഷെൽട്ടറിന് ചിലവ് കൂടുതലാവാൻ പാടില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇതിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ചിലവ് കൂടുതൽ എന്നതാണ്. ഇന്ന് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അടുത്ത 15 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.